അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. നേരത്തെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇബാറത്ത് വായിച്ച് ചില പദങ്ങൾക്ക് അർത്ഥം പറയാതെ കുരുവട്ടൂരിലെ അബൂ സഫീഹ് ചില ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയപ്പോൾ എന്താണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ഇബാറത്തുകൾ സഹിതം നമ്മൾ അർത്ഥം വെച്ച് വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നലെ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ അതിനെ സംബന്ധിച്ച് പ്രസംഗം എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ തെറി പറഞ്ഞും ആക്ഷേപിച്ചും പരിഹസിച്ചും നടത്തിയ ഒരു കോപ്രായം. ഏതായാലും അതിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എന്താണ് അവിടെ പറഞ്ഞത് എന്ന് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിരിക്കുകയാണ്. ആദ്യം അത് കോട്ടിമാട്ടി ചില വാക്കുകളുടെ അർത്ഥം പറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് അവസ്ഥയിൽ കണ്ടാലും ഏത് രീതിയിൽ കണ്ടാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച വിദ്വാൻ ഇപ്പോൾ ആ ഇബാറത്ത് മുഴുവനായും വായിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസ്സായ അവിടത്തേക്ക് പ്രത്യേകമായ സിഫത്തുകളിലായിട്ട് കണ്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറയണം എന്ന ഒരു ആശയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞതും. അതേസമയം ആദ്യം അവരുടെ പേരിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതായിരുന്നു. ഫത്ഹുൽ ബാരിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, ഏത് അവസ്ഥയിൽ കണ്ടാലും അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സിഫത്ത് ഉണ്ടെങ്കിലും സിഫത്തില്ലെങ്കിലും റസൂലുള്ളാഹി തങ്ങളാണ് എന്ന രീതിയിൽ പറഞ്ഞാൽ അത് റസൂലും തന്നെയാണ് എന്ന് ഫത്ഹുൽ ബാരിലുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആൾ ഇപ്പോൾ അതിൻ്റെ വഴിക്ക് വന്നിരിക്കുകയാണ്. ഇബാറത്തൊക്കെ വായിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസ്സായ ഏതെങ്കിലും ഒരു സിഫത്തിലായിട്ട് രൂപം കണ്ടാൽ ഫഖദ് റആഹു ഹഖീഖത്തൻ എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞ അതേ ആശയത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് മഹാൻ പറയാ വയസിഹു ശരിയാകും ഇത്ലാഖു നിരുപാധികം പറയാൻ പറ്റും അന്ന കുല്ലമൻ റആഹു ഫീ അയ്യി ഹാല ഏത് അവസ്ഥയിൽ കണ്ടാലും കാനത്ത് മിൻ ദാലിക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളിലായി അല്ലാഹുവിന്റെ റസൂലാണെന്ന് അറിയിക്കുന്ന വിശേഷണങ്ങളിലായി ഏത് അവസ്ഥയിൽ കണ്ടാലും ഫഖദ് റആഹു ഹഖീഖ യഥാർത്ഥത്തിൽ കണ്ടതാരെ തന്നെയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അറിയിക്കുന്ന വിശേഷണങ്ങളിലായി ഏത് അവസ്ഥയിൽ വന്നാലും ഇപ്പം എല്ലാവരും കേട്ടല്ലോ. എന്നാൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ചിലപ്പോൾ ആ ക്ലിപ്പ് കേൾക്കാത്തവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ട് നമുക്കതൊന്ന് കേൾക്കാം. കുറ്റ്യാടിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാം. വയസിഹു നിങ്ങൾ വായിച്ചതിന്റെ നേരപ്പുറത്തെ പേജ് വയസിഹു ഇത്ലാഖ് അന്ന കുല്ലമൻ റആഹു ഫീ ഹയ്യി ഹാല ഏത് രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാലും കാനത്ത് മിൻ ദാലിക ഫഖദ് റആഹു ഹഖീഖ യഥാർത്ഥത്തിൽ തന്നെ കണ്ടതാരെയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫത്തില്ലാതെ കണ്ടാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്ഹുൽ ബാരിയിൽ നിന്ന് കൊണ്ടുവന്ന ഇബാറത്തായിരുന്നു ഇത്. അവിടെയാണ് ഫി അയ്യി ഹാലത്തിൻ എന്ന് വായിച്ചിട്ട് ഏത് രൂപത്തിൽ കണ്ടാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ നോക്കിയിരുന്നത്. അവിടെ നമ്മൾ വായിച്ചു
ഇബാറത്തിൻ്റെ അർത്ഥങ്ങൾ വെച്ചു. അപ്പോൾ ഇന്നലെ അദ്ദേഹം മാറ്റി പറഞ്ഞതാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇനിയിപ്പോൾ കണ്ട സ്വപ്നം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് തന്നെയാണ് എന്ന് പറയണമെങ്കിൽ വിശേഷണം വേണം എന്ന് വന്നല്ലോ. അപ്പം ഇനി ഏതാണ് വിശേഷണം? അത് മൂപ്പരെന്നെ ദുർവ്യാഖ്യാനിച്ചുണ്ടാക്കുന്നുണ്ട്. നല്ല വിശേഷണം മൂപ്പർ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഹബീബായ തങ്ങളാണെന്ന് അറിയിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അത് ആ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ പറഞ്ഞു തരുന്നു ഏറ്റവും വലിയ വിശേഷണം ഏതാ? ഹബീബായ തങ്ങളുടെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നതല്ലേ ഏറ്റവും വലിയ വിശേഷണം. അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോ നമുക്ക് ആ വിശേഷണം ബോധ്യപ്പെടുകയാണ്. ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നു ഇത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഇത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഭൂലോക വിഡ്ഢിത്തം എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയാം? വെറും സഫാഹത്ത് വിളിച്ച് പറയാം. കാരണം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്, ഒരാൾ ഒരു സ്വപ്നം കണ്ടു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണോ എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാമിലായ ഹൈഅത്തിൻ്റെ മേലിൽ കാണണം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസായ ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളുടെ മേലിലായിട്ട് കാണണം. അപ്പോൾ ഒരു സിഫത്ത് എന്തായാലും വേണം, ഏതെങ്കിലും ഒരു സിഫത്തിലായിട്ട് കാണണം. ആ കാണുന്ന സിഫത്ത്, നമ്മളിപ്പോൾ ഒരു സിഫത്ത് കാണുകയാണല്ലോ, സ്വപ്നം കാണുകയാണ്. കാണുമ്പം സ്വപ്നം കേൾക്കല്ല കേട്ടോ, നമ്മൾ സ്വപ്നം കാണുകയാണ്. അപ്പോൾ കാണുമ്പം ഈ സിഫത്ത് മഹ്സൂസായ സിഫത്താവണ്ടേ, എന്നാലല്ലേ അപ്പോൾ അത് കാണുള്ളൂ. ഇനി സ്വപ്നത്തിലാവുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ടല്ല കാണണേ, നമ്മുടെ കൽബിലാണ് കാണണേ, എന്നാലും കാണുകയാണ്. അപ്പോൾ അത് മഹ്സൂസായതിനല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ ആലിമാണ് എന്നുള്ളത് അയാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമോ? അയാളൊരു ആലിമാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? അയാളെ കണ്ടാൽ തിരിയോ? ആ ആലിമു എന്നുള്ള ഗുണം അയാളുടെ മഹ്സൂസായ സിഫത്തല്ല. റസൂലുള്ളാഹ് എന്നുള്ള സിഫത്ത് മഹ്സൂസായ സിഫത്തല്ല. ഇവിടെ ഫത്ഹുൽ ബാരി പറഞ്ഞ എന്താണ്? അന്നമൻ റആ എന്നാ പറഞ്ഞേ. അന്നമൻ റആഹു അലാ സിഫത്തിൻ ഔ അക്സറ മിമ്മാ യഖ്തസ്സു ബിഹി, റസൂലുള്ളാഹിനെ കൊണ്ട് ഖാസായ ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളുടെ മേലിലായിട്ട് കണ്ടാൽ, അങ്ങനെയാണെങ്കിൽ മഹ്സൂസായ സിഫത്താവണ്ടേ? കാണണമെങ്കിൽ റസൂലുള്ളാഹ് എന്നുള്ളത് മഹ്സൂസാണോ? ഒരിക്കലും അല്ല. പിന്നെ പോൻ തന്നെ പറയാൻ എന്താണ്? അത് കേട്ടതാണ്. ഈ ചോദിച്ച ആളല്ല കേട്ടോ, കേട്ടു റസൂലാണെന്ന് കേട്ടു, വേറൊരാളിൽ നിന്ന് കേട്ടു. കേൾക്കണത് എങ്ങനെ നമുക്ക് സിക്കത്തുണ്ടോ? കേൾവിക്ക് സിക്കത്തുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ തോന്നി, ഇപ്പം നിങ്ങൾ ഇതിൽ പറയേണ്ടത് നമ്മളെ മനസ്സിൽ തോന്നി ഇത് റസൂലാണെന്നാണ് തോന്നി. ഈ തോന്നുന്നതിനൊക്കെ സിക്കത്തുണ്ടോ? ലാ സിക്കത്ത ബി ഖവാത്തിരി ഗൈരിൽ മഅ്സൂമി എന്നല്ലേ? മഅ്സൂമല്ലാത്തവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് ഏതില്ല? സിക്കത്തില്ല എന്നല്ലേ? നമ്മളെ തർക്കത്തിലിരിക്കുന്ന വിഷയം തന്നെ എന്താ? കണ്ട സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണോ? അതിനിപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഈ സിഫത്ത്, ഒരു സിഫത്ത് വേണമെന്ന് പറഞ്ഞു. ആ സിഫത്ത് ഏതാണ്? റസൂലുള്ളാഹ് എന്നുള്ള സിഫത്താണ് എന്ന് വെച്ചാൽ അവിടെ പിന്നെ ദൗറും വരൂല്ലേ? കാരണം നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? സിഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നറിയിക്കുന്ന സിഫത്ത് വേണ്ടേ? എന്നാലല്ലേ അത് തിരിയുള്ളൂ. അതിന് പണ്ഡിതന്മാർ ഒരുപാട് സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട് കിതാബുകളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറത്തിലുള്ളവരായിരുന്നു. അതുപോലെ അവിടുന്ന് കുറിയവരോ നീണ്ടവരോ ആയിരുന്നില്ല. അവിടുത്തെ ജസദു ഷരീഫയെ സംബന്ധിച്ച്, അവിടുത്തെ 2 കണ്ണുകളെ സംബന്ധിച്ച്, ഖാത്തമുൻ നുബുവത്തിനെ സംബന്ധിച്ച്, അങ്ങനെയൊക്കെ ഉള്ള സിഫത്തുകളെ ഈ കണ്ട സ്വപ്നത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം എന്നാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് മഹ്സൂസായ സിഫത്തുകളാണ്. അതല്ലേ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അന്നമൻ റആ എന്നല്ലേ പറഞ്ഞത്? അന്നമൻ റആഹു അലാ സിഫത്തിൻ ഔ അക്സറ മിമ്മാ യഖ്തസ്സു ബിഹി. ഹി എന്നുള്ള ദമീർ വേണമെങ്കിൽ റസൂലുള്ളാഹ് എന്നുള്ളതിലേക്കല്ലേ?
അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖാസായ ഒരു സിഫത്ത് ഒരാൾ കണ്ടാൽ അപ്പോൾ അതിന് കൊണ്ടുവരുന്ന സിഫത്ത് റസൂലുള്ളാഹ് തന്നെ ആയാൽ എങ്ങനെ നടക്കുമോ? അപ്പോൾ അവിടെ ദൗറല്ലേ ഉണ്ടാവണേ? ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവന്ന ഇബാറത്ത് അർത്ഥം വെക്കാതെ കബളിപ്പിക്കൽ നടത്തിയപ്പോൾ നമ്മളത് വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ മൂപ്പര് ആ വിഷയം വായിച്ച് അർത്ഥം വെച്ച്, പക്ഷേ മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളെ ഒന്ന് കബളിപ്പിക്കണമല്ലോ, അവർക്കും ഒരു സമാധാനം കിട്ടണമല്ലോ. അല്ലെങ്കിൽ നേരത്തെ വെച്ചത് തെറ്റായിരുന്നു, ഇപ്പം അത് തിരുത്തിയല്ലോ എന്ന് ഇവർ തോന്നിപ്പോകുമോ എന്ന് വിചാരിച്ച് അവിടെ ചെറിയൊരു കബളിപ്പിക്കൽ നടത്തിയതാണ്. അത് വലിയ ഭീമാബദ്ധമായി പോയി എന്നേ അബൂ സഫീഹിനോട് പറയാനുള്ളൂ. ആന മണ്ടത്തരാണ് പറഞ്ഞത്, മഹാവിഡ്ഢിത്തമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ വഷളാകുന്നതിന് പകരം യാഥാർത്ഥ്യം എന്താണ് എന്ന്, ഹക്ക് എന്താണ് എന്ന്, നമുക്കൊക്കെ മരണപ്പെട്ടു പോവേണ്ടതാണ് എന്ന ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരെ തെറി പറയുന്നതിന് വേണ്ടി, അവരെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം ഇബാറത്തുകൾ കട്ടുവെച്ച്, അല്ലെങ്കിൽ ഇബാറത്തുകൾക്ക് തെറ്റായ അർത്ഥങ്ങൾ നൽകി, അല്ലെങ്കിൽ ഉള്ള ഇബാറത്തിന് അർത്ഥം വെക്കാതെ ഇങ്ങനെ കബളിപ്പിക്കുമ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നത് ഒരിക്കലും മറക്കണ്ട എന്ന് മാത്രം അബൂ സഫീനോട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.